ഞാൻ വന്നിട്ടുള്ള നാടൻ ചെമ്മീൻ കറി ആയിട്ടാണ്. നമ്മൾ മൺകലത്തിൽ നമ്മൾ നാടൻ മസാലകളൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ച് അടിപൊളിയായിട്ട് എങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. എന്തൊക്കെ സാധനത്തിന് വേണം, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കിലോ ചെമ്മീൻ്റെ അടുത്താണ്, കുറച്ചേ ഉള്ളൂ ചെമ്മീൻ. പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കുടമ്പുളി എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളി തൂമിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് ഉണ്ട്, കറിവേപ്പില ഉണ്ട്, പിന്നെ ഇവിടെ തേങ്ങ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളിയും വെച്ചിട്ടുണ്ട്, ഇത് അരയ്ക്കണം. പിന്നെ ഇവിടെ മസാലപ്പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടൻ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ മസാലപ്പൊടികളും ഉലുവയൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കരുത്. ഇതൊന്നിങ്ങനെ ചട്ടിയിലിട്ടൊരു കുറഞ്ഞ ഒരു മിനിറ്റോ ഒക്കെ മതി. ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ജാറിലോട്ട് മാറ്റുകയാണ്, മിക്സി ജാറിലോട്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ചേർത്ത മസാലപ്പൊടികളും ഉണ്ട്, പിന്നെ ഉള്ളി, ചെറിയുള്ളി ഉണ്ട്, പിന്നെ തേങ്ങയുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് പേസ്റ്റ് രൂപത്തിൽ. ഇവിടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില, പിന്നെ കട്ട് ചെയ്ത് വെച്ച മുളക്, പച്ചമുളക്, കുടംപുളി, പിന്നെ ഇഞ്ചി, ഇത്രയും സംഭവം ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സംഭവങ്ങളൊന്ന് മസാല ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരില്ലേ, ഫസ്റ്റത്തെ തള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മീൻ ചേർക്കാം കേട്ടോ. ഫസ്റ്റത്തെ തള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് തിളക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കുറയ്ക്കട്ടെ. എന്നിട്ട് അതിന് കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം. ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഈ ചെറിയ തീയിൽ ഇതൊന്ന് കിടന്ന് ഇതാവട്ടെ, വെന്തോട്ടെ. ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തുറന്നു നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ ഏകദേശം നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, അതേപോലെ തന്നെ പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, എല്ലാ കാര്യങ്ങളും ചേർക്കുക കേട്ടോ. ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഒന്നുകൂടെ ചേർക്കട്ടെ.
ഞാനിതൊന്ന് എടുത്തിട്ട് നമ്മളതിലോട്ട് മീൻ കറിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നാടൻ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റുകളൊക്കെ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്തായാലും അടുത്തൊരു നല്ല ഫുഡ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.